വെബ് പ്രോഗ്രാമിംഗ് യൂസിങ് PHP യുടെ 5th മൊഡ്യൂളിലെ റിവിഷൻ ആണ് ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് നമുക്ക് സിലബസ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് PostgreSQL. നമ്മുടെ ബാക്ക് എൻഡ് വരുന്ന ഡാറ്റാബേസോടെ യൂസ് ചെയ്യുന്ന PostgreSQL ആണ്. അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സ് ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരികയെന്ന് വെച്ചാൽ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ PostgreSQL എന്നോ അതല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് PostgreSQL, ഫീച്ചേഴ്സ് ഓഫ് PostgreSQL എന്നൊക്കെ പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ദെൻ ഡാറ്റ ടൈപ്സ് പറഞ്ഞായിരുന്നു. PostgreSQL എന്ന് പറഞ്ഞ ഡാറ്റാബേസ് മൾട്ടിപ്പിൾ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ഡാറ്റ ടൈപ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുന്നെങ്കിൽ ഒരു ഡാറ്റ ടൈപ്പാണ് ന്യൂമറിക് ഡാറ്റ ടൈപ്പ്. ഈ ന്യൂമറിക് എന്ന ടൈപ്പിൽ തന്നെയാണ് ഇന്റിജർ, ഫ്ലോട്ട്, സ്മാൾ ഇന്റ്, ഡബിൾ എല്ലാ കാര്യങ്ങളും വരുന്നത്. ഒരു 8-9 കൺസെപ്റ്റ് അതിൽ വരുന്നുണ്ട്. ന്യൂമറിക് ആണ് കൺസെപ്റ്റ്. അപ്പൊ അതിന്റെ ഒരു വാസ്റ്റ് ആണ്, ഒരു വൈഡ് ഏരിയ കവറേജിനാണ് ഒരു ഡാറ്റ ടൈപ്സ് ആണ് PostgreSQL പ്രൊവൈഡ് ചെയ്യുന്നത്. അത് മാത്രമല്ല റിസോഴ്സ്, നെറ്റ്വർക്ക്, ജിയോമെട്രി, ഒരുപാട് ഡാറ്റ ടൈപ്പ് പഠിച്ചത് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ അത്രയും ഡാറ്റ ടൈപ്സ് ഉള്ള ഒരു കണ്ടന്റ് ആണ് ഈ PostgreSQL എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് PostgreSQL കമാൻഡ്സ്. ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക, ദെൻ ക്രിയേറ്റ് ടേബിൾ, ക്രിയേറ്റ് ആസ്, ഡിസ്ക്രൈബ് ടേബിളിന്റെ സ്കീമ കാണിക്കാൻ അത് കാണിക്കുന്നത്, ഡിസ്ക്രൈബ് ടേബിളിന്റെ സ്കീമ. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്താണ് അതിന്റെ വിത്ത് എക്സാമ്പിൾ സഹിതം ഓരോന്നും പറഞ്ഞു. ഇൻസെർട്ട് ഇൻ ടു, സെലക്ട് ഇൻ ടു, ഡിലീറ്റ്, അപ്ഡേറ്റ്, ഇതെല്ലാം PostgreSQLന്റെ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇത് കഴിഞ്ഞ സെമസ്റ്ററിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഈ ഒരു കണ്ടന്റ്. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ ഇവിടെ ഇങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, കാരണം കഴിഞ്ഞ ഒരു വർഷം മാത്രമേ ഇങ്ങനെ സിലബസ് മാറി വന്ന പുതിയ കണ്ടന്റ് വന്നത്. അപ്പൊ അതിന് സാധാരണ രീതിയിൽ നമ്മൾ പഠിക്കേണ്ടത് ഇവിടെ PHP ആൻഡ് ബാക്ക് എൻഡ് ആയിട്ട് PostgreSQL ഇന്ററാക്ഷൻ, അതാണ് വരുന്നത് മെയിൻ ആയിട്ട്. അപ്പൊ ഈ ഒരു PostgreSQL എല്ലാം നമ്മൾ പഠിക്കുന്നത് ഇവിടെ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കണ്ടന്റ് ഇവിടെ അല്ല ചോദിക്കുക, താഴെ ഇതിന്റെ കമ്മ്യൂണിക്കേഷൻ വരുന്നത്, കണക്ഷൻ സെറ്റിംഗ്സ്, ആ ഒരു ഭാഗത്താണ് ഇതിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് വരുന്നത്. അപ്പൊ ഇതിന്റെ ക്വറീസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ ബേസിക് സിൻടാക്സും അതിന്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്താണ് കഴിഞ്ഞ വീഡിയോസിലൊക്കെ, ഇത് ക്ലാസ് എടുത്ത സമയത്ത്. പിന്നെ പറഞ്ഞുള്ള കാര്യമാണ് PostgreSQL ഇന്റഗ്രേഷൻ. ഇവിടെയാണ് ഡാറ്റാബേസിന്റെ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് നോക്കി എസ്റ്റാബ്ലിഷ് ഡാറ്റാബേസ് കണക്ഷൻ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യും. അപ്പൊ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആയിരുന്നു ഇത് PG കണക്ട് അല്ലെ. PG കണക്ട് നമ്മളവിടെ ഡിസ്കസ് ചെയ്തത്. കൂടാതെ അതിന്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യം കൂടെ, അതായത് കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കണക്ഷൻസിലോ കാര്യങ്ങൾ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, എറർ സ്ട്രിംഗ് ആണ് ഒരു കണ്ടന്റ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കണ്ടന്റ് പ്രോഗ്രാം ഏതായിരുന്നു, ഒരു ഫംഗ്ഷൻ ഏതായിരുന്നു, PG ലാസ്റ്റ് എറർ. വീണ്ടും ഒരു ഓപ്ഷൻ ആയിരുന്നു ക്ലോസിംഗ് ഡാറ്റാബേസ് കണക്ഷൻ. PG ക്ലോസ് എന്ന് പറഞ്ഞ ഈ ഒരു ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എക്സിക്യൂട്ട് PostgreSQL സ്റ്റേറ്റ്മെന്റ്സ്. ഇവിടെ നിന്നാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. PostgreSQL സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂഷൻ നടക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പൊ അതിനൊക്കെ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ് അവൈലബിൾ ആണ് ഇവിടെ. അപ്പൊ കണക്ഷനുമായി ബന്ധപ്പെട്ടതാണ് PG കണക്ട്, അതുപോലെ PG DB നെയിം, PG കണക്ഷൻ സ്റ്റാറ്റസ്, PG ലാസ്റ്റ് എറർ ആൻഡ് PG ക്ലോസ്. ഈ 5 ഫംഗ്ഷൻസും കണക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ക്വറീസ്, പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണം. എക്സിക്യൂട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന PG ക്വറി, ഇതാണ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഭാഗം. അതുപോലെ PG എക്സിക്യൂട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നമ്മൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, PG എക്സിക്യൂട്ട് പറഞ്ഞാൽ പ്രീവിയസ്ലി പ്രിപ്പയർ ചെയ്ത ക്വറി എക്സിക്യൂട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് PG എക്സിക്യൂട്ട്. വളരെ റയർ ആയിട്ട് അത് ഉപയോഗിക്കാറുള്ളൂ. എപ്പോഴും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് PG ക്വറി എന്ന കൺസെപ്റ്റ്. ഓക്കെ, പിന്നെ വരുന്നത് റിട്രീവിംഗ് ഡാറ്റാബേസിന് ഡാറ്റ റിട്രീവ് ചെയ്യാം, ആക്സസ് ചെയ്യാം. നമ്മൾ സെലക്ട് കൊടുക്കാറില്ല, അല്ലെങ്കിൽ ജസ്റ്റ് പ്രിന്റ് ചെയ്യിപ്പിക്കുക, സെലക്ട് സ്റ്റാർ ഫ്രം എന്ന് പറഞ്ഞാൽ ആ രൂപത്തിൽ വരുന്നതാണ്. അപ്പൊ അതിന് യൂസ് ചെയ്യുന്ന ക്വറീസ് എന്ന് പറഞ്ഞാൽ 5 ക്വറീസ് നമ്മൾ യൂസ് ചെയ്യാം, 5 ഫങ്ഷൻസ്. PG ഫെച്ച് അറേ ഉപയോഗിച്ച് ഫംഗ്ഷൻ ചെയ്യാം. PG ഫെച്ച് റോ ബേസിൽ പ്രിന്റ് ചെയ്യിപ്പിക്കാം. PG ഫെച്ച് ഓൾ, എല്ലാ വരിയും നിരയായി കംപ്ലീറ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യിപ്പിക്കാനുള്ള കൺസെപ്റ്റ് ആണ്. PG ഫെച്ച് അസോസിയേറ്റ് അറേ ഉപയോഗിച്ചിട്ട് പ്രിന്റ് ചെയ്യിപ്പിക്കാനുള്ള കൺസെപ്റ്റ് ആണ്. ദെൻ PG ഫെച്ച് ഒബ്ജക്ട് വെച്ച് റീഡ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യിപ്പിക്കാം. എല്ലാം ഡിസ്പ്ലേ കണ്ടന്റ്, ഡാറ്റാബേസിന് കണ്ടന്റ് എടുത്ത് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. 5 മെത്തേഡ്സ് ഉണ്ട് ഫെച്ച് ചെയ്യാൻ. PG ഫെച്ച് റോ, PG ഫെച്ച് ഓൾ, PG ഫെച്ച് ഒബ്ജക്ട്, PG ഫെച്ച് അറേ, PG ഫെച്ച് അസോസിയേറ്റ്. PG ഫെച്ച് അസോസിയേറ്റ് എന്ന കൺസെപ്റ്റ് ആണ്. ഓക്കെ, വേറെ നോക്കിയാൽ PG നം റോസ്. ഓക്കെ, എത്ര റോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് PG നം റോസ് എന്ന് പറഞ്ഞത്. അതുപോലെ എത്ര ഫീൽഡ്, എത്ര കോളംസ് ഉണ്ട് കൗണ്ട് ചെയ്യുന്നത് യൂസ് ചെയ്യാം PG നം ഫീൽഡ്സ്. അപ്പൊ കോളംസിന്റെ എണ്ണം റിട്രീവ് ചെയ്യും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്താണ്. ഇവിടെ ഒരു കൺസെപ്റ്റ് PG അഫക്റ്റഡ് റോസ്. ഒരു ക്വറി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വറി എക്സിക്യൂട്ട് ചെയ്ത ക്വറി അത് എത്ര റോസിനെ എഫക്ട് ചെയ്തു എന്ന് കാണാൻ പറ്റും. ഒരു ക്വറി എക്സിക്യൂട്ട് ചെയ്ത ശേഷം ആ എക്സിക്യൂട്ട് ചെയ്യുന്ന ക്വറി എത്ര റോസിനെ അഫക്ട് ചെയ്യും എന്നുള്ള കാണിക്കാനുള്ള ഒരു കണ്ടന്റ് ആണിത്.
നമ്മളൊരു ഇൻസെർട്ട് ചെയ്യേണ്ട ഒരു കണ്ടന്റ് യൂസ് ചെയ്തില്ല. ഇൻസെർട്ട് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസെർട്ട് ഇൻടു എന്ന് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റിന്റെ പ്രോഗ്രാം. അത് പ്രത്യേകം പറയേണ്ടത് അഫക്റ്റഡ് റോസിന്റെ ഇമ്പോർട്ടൻസ് അതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ വേറെ ഒന്നാണ് PG ഫെച്ച് റിസൾട്ട്. കണ്ടന്റ് സ്റ്റോർ ചെയ്യുന്ന റിസൾട്ട് എന്ന ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്യുക. ഇതൊക്കെ റൺ ചെയ്ത് കഴിഞ്ഞാൽ കുറെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്യുന്ന ഒരു വേരിയബിൾ. ആ വേരിയബിളിലെ ഡാറ്റ ഫ്രീ ആക്കാൻ, മെമ്മറി ഫ്രീ ആക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ഫംഗ്ഷൻസ് ആണ് നമ്മൾ സിലബസിൽ പഠിക്കുന്നത്. ദെൻ ഇവിടെ നോക്കിയാൽ ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ഓഫ് ഡാറ്റ യൂസിങ് PHP. ഇപ്പൊ ഡാറ്റാബേസിൽ ഒരു ടേബിളിലെ ഡാറ്റ, ആ ടേബിളിലോട്ട് ഡാറ്റ ഇൻസെർട്ട് ചെയ്യണം, അതേപോലെ അതിൽ നിന്ന് ഡാറ്റ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും. അതെങ്ങനെ ചെയ്യും എന്നുള്ള പോർഷനായി പറഞ്ഞത്. അപ്പൊ ഇതിൽ ഓൾറെഡി 16 അല്ലെങ്കിൽ 18 കൺസെപ്റ്റ് പഠിക്കുന്നുണ്ട് പ്രോഗ്രാംസ്, ഈ ഒരു ക്വറീസ്. അപ്പൊ ഈ ഒരു 3 ഫംഗ്ഷൻസിൽ നിന്ന് നമ്മൾ യൂസ് ചെയ്യണം ഈ ഒരു കണ്ടന്റ്, അതായത് ഇൻസേർഷൻ ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും. ഒരേ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ആ പ്രോഗ്രാമിൽ ഇൻസെർട്ട് ചെയ്യാനുള്ള ക്വറി, അതുപോലെ ഡിലീറ്റ് ചെയ്യാനുള്ള ക്വറി, ഇത് പ്രിന്റ് ചെയ്യാൻ വേണ്ടത്. സോ പ്രിന്റ് ചെയ്യാനുള്ള ക്വറി, ഈ ക്വറി എക്സിക്യൂട്ട് ചെയ്യാനും അത് പ്രിന്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത് ഇതിലുള്ള ഫംഗ്ഷൻസ് മാത്രം മതി. സോ ഫസ്റ്റ് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം, ദെൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം, ദെൻ അത് ഉപയോഗിച്ച് പ്രോഗ്രാം പ്രിന്റ് ചെയ്യിപ്പിക്കാം. ഈ 3 ഭാഗങ്ങളെ മെയിൻ ആയിട്ട് ആവശ്യം വരുള്ളൂ. അത് 1, 2, 3 തവണ നമുക്ക് ആക്സസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ദെൻ വേറെ നോക്കിയാൽ ഡിസ്പ്ലേയിങ് ഡാറ്റ ഫ്രം PostgreSQL ഡാറ്റാബേസ്. ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ റിട്രീവ് ചെയ്യാം. എവിടെ പഠിച്ചില്ല, റിട്രീവിംഗ് ഡാറ്റ എന്ന് പറഞ്ഞു. അപ്പൊ ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിട്രീവ് ചെയ്യാം, അങ്ങനെ ഇൻസെർട്ട് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണ്ടേ. അതേപോലെ ഡിലീഷൻ എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു, ഡിലീറ്റ് ചെയ്താലും നമുക്ക് ഡിലീറ്റ് ആയോ എന്ന് മനസ്സിലാക്കണ്ട. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അത് ജസ്റ്റ് പ്രിന്റ് ചെയ്യും. ഡിസ്പ്ലേയിങ് ഡാറ്റ കൺസെപ്റ്റ് ആണ്. പിന്നെന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു അജാക്സ്. അജാക്സിന് ഫുൾ ഫോം എന്തായിരുന്നു, അസിൻക്രണസ് ജാവാസ്ക്രിപ്റ്റ് ആൻഡ് XML. അതാണ് അതിന്റെ ഫുൾ ഫോം. അപ്പൊ ആ ഒരു കൺസെപ്റ്റിന്റെ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അജാക്സിന്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത്രയാണ് നമ്മൾ സിലബസിന്റെ ഒരു സ്ട്രക്ചർ ആയിട്ട് പറഞ്ഞത് 5th മൊഡ്യൂളിന്റെ. ഓക്കെ, നെക്സ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ BCA ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, നോക്കാം. 2017 അഡ്മിഷൻ, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, ഇവിടെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, വാട്ട് ഈസ് ദ റിട്ടേൺ ടൈപ്പ് ഓഫ് PG ഫെച്ചർ? PG ഫെച്ചർ എന്തെങ്കിലും ഉപയോഗിക്കാം, ഡാറ്റാബേസിലും ഡാറ്റ റിട്രീവ് ചെയ്യാൻ, സെലക്ട് ചെയ്ത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് തന്നെ ഈ PG ഫെച്ചർ. അതായത് ഒരു വേരിയബിൾക്ക് അസൈൻ ചെയ്യാം. അപ്പൊ ഒരു റോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ കംപ്ലീറ്റ് നമ്മൾ പിക്ക് ചെയ്തെടുക്കും. ഫസ്റ്റ് എലമെന്റ് ഇൻഡെക്സ് 0, ഇൻഡെക്സ് 1, ഇൻഡെക്സ് 2, ഒരു റോ വൈസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അല്ലെ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഒരു അറേ രൂപത്തിലാണ് അത് റിട്രീവ് ചെയ്യുക. ഡാറ്റാബേസും ഡാറ്റ ഒരു അറേ ബേസിൽ ഫസ്റ്റ് റോ കിട്ടിയതിനു ശേഷം അതിൽ ഓരോ എലമെന്റ് വെച്ചിട്ട് നമുക്കത് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും. സെക്കൻഡ്, റൈറ്റ് എ PostgreSQL query for updating an attribute value of a particular tuple uniquely identified by a primary key. ഇവിടെ PostgreSQL query ചെയ്താൽ പറഞ്ഞില്ല, അപ്ഡേറ്റ് ചെയ്യാനുള്ള query. ആ query മാത്രമേ എൻ്റർ ചെയ്ത് വെച്ചാൽ മതി. ഒരു 1 മാർക്കേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ നോക്കി, ലിസ്റ്റ് എനി 4 PHP function used to retrieve result of PostgreSQL query execution, also mention their return type. ഇവിടെ റിട്രീവ് ചെയ്യാൻ, ഡാറ്റാബേസിൽ ഡാറ്റ റിട്രീവ് ചെയ്യാൻ, റിസൾട്ട് റിട്രീവ് ചെയ്യുന്ന എനി 4 ഫംഗ്ഷൻസ് ഏതാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലേ PG ഫെച്ച് റോ, ഫെച്ച് അറേ, ഫെച്ച് ഓൾ, ഫെച്ച് ഒബ്ജക്ട്, ഫെച്ച് അസോസിയേറ്റ്, 5 ടൈപ്പ് ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ഏതെങ്കിലും 4 എണ്ണത്തിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് 2 മാർക്സ് ഉള്ളത് അല്ലെ, ഓരോന്നിനും 1/2 മാർക്ക് വീതം. ജസ്റ്റ് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. ജസ്റ്റ് നെയിം മാത്രം എഴുതി വെക്കുക, അതിന്റെ റിട്ടേൺ ടൈപ്പ് എൻ്റർ ചെയ്യുക. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ നോക്കി, എക്സ്പ്ലെയിൻ ദ എക്സിക്യൂഷൻ ഓഫ് സെലക്ട് ക്വറി ഇൻ PostgreSQL ഡാറ്റാബേസ് ആൻഡ് ഡിസ്പ്ലേയിങ് ദ റിസൾട്ട് ത്രൂ PHP ഫ്രണ്ട് എൻഡ്. ഓക്കെ, ഇത് സെലക്ട് ക്വറി എക്സിക്യൂട്ട് ചെയ്യാൻ പറയുന്നത്. സെലക്ട്, അപ്പൊ ഡാറ്റാബേസും ഡാറ്റ റിട്രീവ് ചെയ്യണം. ഓക്കെ, ദെൻ അത് മാത്രം പോരാ, ഡിസ്പ്ലേയിങ് ദ റിസൾട്ട് ത്രൂ PHP ഫ്രണ്ട് എൻഡ്. PHP ഒരു ഫ്രണ്ട് എൻഡ് ക്രിയേറ്റ് ചെയ്യണം. നമ്മളൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു, ഡാറ്റാബേസിന് ഡാറ്റ റിട്രീവ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം അല്ലെ. ഒരു സ്റ്റുഡന്റ് രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുക, എന്നിട്ട് സബ്മിറ്റ് ക്ലിക്ക് ചെയ്താൽ ആ രജിസ്റ്റർ നമ്പർ ഉള്ള സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് ഫുള്ള് പ്രിന്റ് ചെയ്ത് വരും. സെയിം പ്രോഗ്രാം എഴുതിയാൽ മതി. കാരണം ഇവിടെ വെച്ചിട്ട് എക്സിക്യൂഷൻ സെലക്ട് ക്വറി വെച്ചിട്ട് ഡാറ്റ റീഡ് ചെയ്യാം. നമ്മളൊരു ബട്ടൺ, രജിസ്റ്റർ നമ്പർ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്റ്റർ നമ്പർ ആണ് റീഡ് ചെയ്യുക, അല്ലെങ്കിൽ എംപ്ലോയി ID റീഡ് ചെയ്യുക. ആ എംപ്ലോയി ID റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ എംപ്ലോയി ഡാറ്റാബേസിൽ ഉണ്ടെങ്കിൽ അവരുടെ ആ ഡാറ്റാബേസിലുള്ള എംപ്ലോയി ID ഡീറ്റെയിൽസ് കംപ്ലീറ്റ് പ്രിന്റ് ചെയ്ത് കിട്ടും. അപ്പൊ അങ്ങനെ ഒരു ക്വറി എക്സിക്യൂട്ട് ചെയ്യുക. ഇനി അതിനെ വേറെ ചെയ്യാം, മാർക്ക് ഗ്രേറ്റർ ദാൻ 80 അബവ് മാർക്കിലെ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്യാൻ ഒരു ക്വറി കൊടുക്കാം. ആ ക്വറി എവിടെ പ്രിന്റ് ചെയ്യണം, ഫ്രണ്ടിൽ PHP HTML വ്യൂവിൽ PHP ഫ്രണ്ടിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും വേണം. ഓക്കെ, ആ സെയിം പ്രോഗ്രാം ചെയ്താൽ മതി, നോ പ്രോബ്ലം. നെക്സ്റ്റ് പ്രോഗ്രാം, സ്റ്റുഡൻസ് ഓഫ് ആൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാസ് ടു രജിസ്റ്റർ ഓൺലൈൻ ഫോർ എ സ്കോളർഷിപ്പ് എക്സാമിനേഷൻ. ഓക്കെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ സ്റ്റുഡൻസ് സ്കോളർഷിപ്പ് എക്സാമിനേഷന് രജിസ്റ്റർ ചെയ്യണം.
The registration procedure requires each student to fill details including Aadhaar number, name, date and birth. Date and birth അല്ല, date of birth ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ മിസ്റ്റേക്ക് വന്ന ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് അഡ്രസ്. അപ്പൊ ഇവിടെ 4 കണ്ടന്റ് റീഡ് ചെയ്യണം. ഓക്കെ, ആധാർ നമ്പർ, സ്റ്റുഡന്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്. ഈ 4 കണ്ടന്റ് റീഡ് ചെയ്യണം. Then create a PHP front end for reading student details. ഇത് ഡീറ്റെയിൽസ് ഡാറ്റ റീഡ് ചെയ്യാനുള്ള ഫ്രണ്ട് എൻഡ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞു അല്ലെ. HTML വ്യൂ, ആ ഒരു HTML ക്രിയേറ്റ് ചെയ്യുന്ന PHP യുടെ കണ്ടന്റ്, ആ ഡാറ്റ ആക്സസ് ചെയ്യുന്ന കണ്ടന്റ് ഒക്കെ വേണം. അപ്പൊ അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്രിയേറ്റ് ചെയ്യുന്നു, ഫ്രണ്ട് എൻഡ് ക്രിയേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടില്ല. ഓക്കെ, 4 മാർക്സ് ഉണ്ട് കേട്ടോ. 4 മാർക്സിന് എഴുതാൻ ഡിസൈൻ ചെയ്യാനുള്ള കണ്ടന്റ് ഉണ്ട്, പ്രോഗ്രാം എഴുതാം. ഈ പ്രോഗ്രാം എഴുതുമ്പോൾ ഏത് പ്രോഗ്രാമും കണ്ടന്റ് എഴുതുമ്പോൾ അതിന്റെ ഒരു ഔട്ട്പുട്ട് വരുന്ന ഇന്റർഫേസ് ഉണ്ടല്ലോ, അതൊന്ന് വരച്ചു വെക്കണം. പെട്ടെന്ന് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആ കോഡ് എവിടെ പ്രോഗ്രാം എഴുതുമ്പോഴും ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഔട്ട്പുട്ട് ഉണ്ടാവും. ആ ഔട്ട്പുട്ട് ആ സ്ക്രീൻ ഒന്ന് വരച്ചു വെക്കുക. എപ്പോഴും 4:3 എന്ന് പറഞ്ഞ ആ ഒരു ഡയമെൻഷനിലായിരിക്കും കേട്ടോ വരയ്ക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. An institution runs a PostgreSQL DBMS which is shared to 2 of its department. 2 ഡിപ്പാർട്ട്മെന്റിക്ക് വേണ്ടി ഡാറ്റാബേസ് ഷെയർ ചെയ്തിട്ടുണ്ട്, PostgreSQL DBMS ഡാറ്റാബേസ്. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് എ, ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഡിപ്പാർട്ട്മെന്റ് എ, uses a database with the name DEPTA, then which contain a table staff info with the following structure. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് എ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റ് യൂസ് ചെയ്യുന്ന ഡാറ്റാബേസിന്റെ പേരാണ് DEPT_A, ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഡാറ്റാബേസ്. ആ ഡിപ്പാർട്ട്മെന്റ് ഡാറ്റാബേസിൽ ഈ സ്റ്റാഫ് ഇൻഫോ എന്ന് പറഞ്ഞ ഒരു ടേബിൾ ഉണ്ട്. ഓക്കെ, ഇനി താഴെ സ്ട്രക്ചർ നോക്കുക. സ്റ്റാഫ് ID, ഇതാണ് പ്രൈമറി കീ, then name, then salary. ഈ 3 കോളംസ് ഉള്ള ഒരു ടേബിൾ ആണ് ഉള്ളത്. ഏത് ടേബിളാ? സ്റ്റാഫ് ഇൻഫോ എന്ന ടേബിൾ. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കി. റൈറ്റ് എ PHP സ്ക്രിപ്റ്റ് ടു റീഡ് എ tuple ഫ്രം യൂസർ. സോ അതിന്റെ HTML ഫ്രണ്ട് എൻഡ് ക്രിയേറ്റ് ചെയ്യണം. then ആൻഡ് ഇൻസെർട്ട് ടു ഡാറ്റ. അപ്പൊ ഇവിടെ ഡാറ്റ ഇൻസെർട്ട് ചെയ്യാനുള്ള ഫ്രണ്ട് എൻഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ കോഡ് പ്രോഗ്രാം എഴുതാം, അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇൻസെർട്ട് ഇൻടു യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ഇവിടെ ചെയ്യേണ്ടത്. 5 മാർക്സ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ്. Write a PHP script to select a tuple from the table which fall into a particular salary range and display. ഒരു വേർ കണ്ടീഷൻ കൊടുത്തിട്ട് സെലക്ട് ചെയ്യാം. ഡാറ്റാബേസിന്റെ ഡാറ്റ റിട്രീവ് ചെയ്യാം. എങ്ങനെ റിട്രീവ് ചെയ്യേണ്ടത്? സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റാഫ് ഇൻഫോ, എന്നിട്ട് വേർ കണ്ടീഷൻ കൊടുക്കുക. വേർ സാലറി ഗ്രേറ്റർ ദാൻ 15,000 25,000, ഒരു നമ്പർ റേഞ്ച് കൊടുക്കുക. ഇനി ഇൻ റേഞ്ച് എന്ന് പറയണ്ടല്ലേ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ബിറ്റ്വീൻ കൊടുക്കുക. സാലറി ബിറ്റ്വീൻ 25,000 ആൻഡ് 35,000. അപ്പൊ ആ റേഞ്ചിലുള്ള സ്റ്റാഫുകളുടെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, അതിനുള്ള PostgreSQLന്റെ കോഡ് എല്ലാം പറയുന്ന പ്രോഗ്രാമിന് എഴുതണം. ഓക്കെ, കംപ്ലീറ്റ് അത് എഴുതാൻ നോക്കുക. എന്തൊരു കഴിയുമെങ്കിൽ essay ക്വസ്റ്റ്യൻ 10 മാർക്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അതിന്റെ ഒരു ഇന്റർഫേസും കൂടെ വരച്ചു വെക്കുക, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. കമ്പ്യൂട്ടർ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പർ, ഇതും കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. ആകെ ഒരു എക്സാം കഴിഞ്ഞിട്ടുള്ള പുതിയ സിലബസ് വന്നിട്ട്. വാട്ട് ഈസ് PostgreSQL? PostgreSQLനെ കുറിച്ചിട്ട് 1 മാർക്ക് ഞാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് ഒരു 4 ഫീച്ചർ എടുത്തിട്ട് പറ്റുമെങ്കിൽ ഒരു 1-2 സെന്റൻസിൽ എഴുതി വെക്കാം. then 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. give detailed account of different data types in PostgreSQL. ഡാറ്റ ടൈപ്സ്, അഡ്വാൻസ്ഡ് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഡാറ്റ ടൈപ്സ് നമ്മൾ പറയുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പും കൂടാതെ കോംപ്ലക്സ് ഡാറ്റ ടൈപ്പും ഒരുപാട് ഡാറ്റ ടൈപ്പ് പറയുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന 12ഓളം ഡാറ്റ ടൈപ്പ് പറയുന്നുണ്ട്. 5 മാർക്സ് ആണ്. മിനിമം 5 ഉണ്ടെങ്കിൽ എഴുതി വെക്കുക. ഓക്കെ, ജസ്റ്റ് എഴുതിയാൽ മാത്രം പോരാ, അത് എന്താണെന്ന് എഴുതിയ, എന്തിനാ യൂസ് ചെയ്യാന്ന് എഴുതുക, സിൻടാക്സ് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ എഴുതുക. എക്സാമ്പിൾ കംപ്ലീറ്റ് ചെയ്ത എക്സാമ്പിൾ എഴുതണ്ട, ആ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് എഴുതി വെക്കുക കേട്ടോ. ഏത് പ്രോഗ്രാം എഴുതുമ്പോൾ അതുപോലെ തന്നെ കണ്ടന്റ് എഴുതി വെക്കുക. ദെൻ അതിനുശേഷം സിൻടാക്സ് എഴുതുക, സിൻടാക്സിന് ശേഷം ഒരു എക്സാമ്പിൾ എഴുതി വെക്കുക. ദെൻ നെക്സ്റ്റ് നോക്കി. എക്സ്പ്ലെയിൻ ഹൗ വിൽ യു എക്സിക്യൂട്ട് എ PostgreSQL സ്റ്റേറ്റ്മെന്റ് ഇൻ PHP. PHP എങ്ങനെയാണ് ഒരു PostgreSQL സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുക? 2 രൂപ ചെയ്യാൻ പറ്റും അല്ലെ. ഏതൊക്കെയാ? ഒന്ന് PG എക്സിക്യൂട്ട് എന്ന് പറഞ്ഞ query ഉപയോഗിച്ചിട്ട് ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. വേറൊന്ന് PG query എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യാം. PG query ആണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യാറ് അല്ലെ. അതാണ് ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന PG query. PG എക്സിക്യൂട്ട് എപ്പോഴും ഉപയോഗിക്കുക? അത് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ച query എക്സിക്യൂട്ട് ചെയ്യാനാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ രണ്ടിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കുക, എന്തിനാ സിൻടാക്സ് എഴുതുക, അതിന്റെ ഒരു എക്സാമ്പിൾ എഴുതി വെക്കുക. ഓക്കെ, 5 മാർക്സ് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ക്ലിയർ? നെക്സ്റ്റ് സെക്ഷൻ നോക്കിയേ. 10 മാർക്സിന്റെ essay ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ കമാൻഡ്സ് നീഡഡ് ടു എസ്റ്റാബ്ലിഷ് എ കണക്ഷൻ ബിറ്റ്വീൻ PHP സ്ക്രിപ്റ്റ് ആൻഡ് PostgreSQL ഡാറ്റാബേസ്. ഇപ്പൊ ഡാറ്റാബേസ് അതുപോലെ PHP ഫ്രണ്ട് എൻഡ് ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ, കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട
കമന്റ്സുകൾ എഴുതാം. ഓക്കെ, ആകെ ഒരേ ഒരു കമന്റ്സ് ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ PG കണക്ട് ഉണ്ട്. ആ PG കണക്ട് എന്ന ഫംഗ്ഷൻ അതിന്റെ അകത്ത് വരുന്ന ലോക്കൽ ഹോസ്റ്റ് DB നെയിം യൂസർ പാസ്വേഡ് പിന്നെ അതാണ് മാൻഡേറ്ററി ആയിട്ട് വേണ്ടത്, കമ്പൽസറി. അതിനുശേഷം ഓപ്ഷണൽ ആർഗ്യുമെന്റ്സ് പറയുന്നുണ്ട്, നെറ്റ്വർക്ക്, IP അഡ്രസ്, പിന്നെ പോർട്ട്, ഇതൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു ഫയൽ ആ ക്ലാസ് എടുത്ത കണ്ടന്റ് നോക്കിയിട്ട് അത് എഴുതി വെക്കാം. ഓക്കെ, സിന്റാക്സ് എഴുതുക, എക്സാമ്പിൾ എഴുതുക. പിന്നെ അത് കൂടാതെ അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്ന ഫംഗ്ഷൻസ് പറയണ്ടായിരുന്നു. ഏതൊക്കെയാണ്? PG ക്ലോസ്, ഡാറ്റാബേസ് കണക്ഷൻ ക്ലോസ് ചെയ്യാൻ, അതുപോലെ PG കണക്ഷൻ സ്റ്റാറ്റസ്, PG ലാസ്റ്റ് എറർ, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഫംഗ്ഷൻസ്, സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് കൂടെ എഴുതി വെച്ചാൽ നന്നായിരിക്കും. അല്ലെ, ബേസിക് ആയിട്ട് വേണ്ടത് ഫംഗ്ഷൻ ആണ്, പക്ഷെ അത് കൂടാതെ സപ്പോർട്ടിംഗ് ഫംഗ്ഷൻസ് കൂടെ ആക്സസ് ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ് നോക്കി, ഡിസൈൻ എ വെബ് പേജ് ദാറ്റ് ആക്സെപ്റ്റ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ആസ് ഇൻപുട്ട് ആൻഡ് ഓതന്റിക്കേറ്റ് ദ സെയിം ഫ്രം എ ഗിവൺ ഡാറ്റാബേസ് യൂസിങ് PHP. ഇപ്പൊ കറന്റ് റൺ ചെയ്യുന്ന ഒരു PHP ഡാറ്റാബേസിൽ ഒരു യൂസർ നെയിം പാസ്വേഡും ആക്സസ് ചെയ്യാനുള്ള, ഒരു ഓതന്റിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യുക. അവിടെ യൂസർ നെയിം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റാബേസ് പോയി ചെക്ക് ചെയ്യും. എന്നിട്ട് അങ്ങനെ ഒരു ഡാറ്റാബേസിൽ ഈ ഒരു യൂസർ നെയിം പാസ്വേഡും ഉണ്ടെങ്കിൽ, അത് ഓതന്റിക്കേഷൻ ആണെങ്കിൽ, ഓതന്റിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിട്രീവ് ചെയ്യണം, സക്സസ്ഫുള്ളി ലോഗിൻ ഉണ്ട്. ഇതേ ഒരു പ്രോഗ്രാം നമ്മൾ ക്ലാസ് ചെയ്തതാണ് അല്ലെ? യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള സെയിം പ്രോഗ്രാം. 10 മാർക്സ് ആണ് അത് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഷോ ചെയ്തത്. ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇവിടെ മാർക്സ് നോക്കിയേ, ഇവിടെ 2 മാർക്സ് ആയി, ഇവിടെ 4 മാർക്സിനായി. നെക്സ്റ്റ് വരുന്ന 8 12 മാർക്സ് ആയി, ഇവിടെ 10 മാർക്സ്. ഇപ്പൊ 22 മാർക്സിനാണ് ഈ ഒരു മൊഡ്യൂളിന് ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത്. എക്സൈ ക്വസ്റ്റ്യൻ മിക്കവാറും ഈ ഒരു ചാപ്റ്ററിന് എന്തായാലും ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ 10 മാർക്സ് നമുക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. മിനിമം ഒരു ക്വസ്റ്റ്യൻ ഇല്ല, 2 ക്വസ്റ്റ്യൻസ് ആക്സസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ 22 മാർക്സിനാണ് ഈ ഒരു ഒറ്റ മൊഡ്യൂൾ ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഓക്കെ, ഇവിടെ 1 മാർക്സ്, ദെൻ ഇവിടെ 10 മാർക്സ്, 11 ആയി, 21 31 മാർക്സിന് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ, ഈ ഒരു സിംഗിൾ മൊഡ്യൂളിന്. ഓക്കെ, ഇന്റേണൽ മാർക്ക് 9 മാർക്സ്. ഫുൾ സിമ്പിൾ ആയിട്ട് പാസ്സായില്ലേ? നമ്മൾ പാസ് ആവില്ല നമ്മളെ ലക്ഷ്യം കേട്ടോ. ഇത് ഒറ്റ മൊഡ്യൂളിന്റെ കേസാണ്. ഇതുപോലെ ബാക്കിയുള്ള മൊഡ്യൂളൊക്കെ നമ്മൾ ഇതുപോലെ റിവിഷൻ നടത്തിയതാണ്. അപ്പൊ അതിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പാസ്സാകല് വളരെ സിമ്പിൾ ആയിട്ട് പാസ്സാകാനുള്ള മാർക്ക് കിട്ടും. അപ്പൊ ഓരോ മൊഡ്യൂളിന്റെ കേസാണ് പറയുന്നത്, അതാത് റിവിഷനിൽ. ഒരു 5 മൊഡ്യൂൾ കൂടുമ്പോൾ നമുക്ക് ഫുൾ മാർക്കിനെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്റെ ഒരു സബ്ജക്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു റിവിഷൻ നടത്തുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഏകദേശം 120 മാർക്സിന് 115 മാർക്സിനൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻസ് ഉണ്ടായത്, ചോയ്സ് എടുക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ എങ്ങനെയാലും 80 മാർക്സിൽ 80 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും, വളരെ സിമ്പിൾ ആയിട്ട്. അപ്പൊ ആ ഒരു മെത്തേഡിൽ നമുക്ക് ഫോളോ ചെയ്യാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ കണ്ടില്ല, വളരെ സിമ്പിൾ ആയിട്ട് 31 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്, മറ്റേ 22 മാർക്സിന് അവിടെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ. ഒരിക്കലും നമ്മൾ പാസ്സാകാൻ വേണ്ടി പഠിക്കരുത്, മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി നോക്കുക, ഫുൾ മാർക്കിനെ കിട്ടാൻ വേണ്ടി പഠിക്കുക. കിട്ടും, PHP കാര്യത്തിൽ യാതൊരു ഡൗട്ടും വേണ്ട. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബാങ്ക്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഫോളോ ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് നോക്കി. ഇവിടെ സെഷൻ എയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. മാക്സിമം ഈ ഒരു മൊഡ്യൂളിന് വരാവുന്ന ക്വസ്റ്റ്യൻസ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇത് കാണിക്കുന്ന ക്വസ്റ്റ്യൻസ്. മാക്സിമം ഇത്ര ക്വസ്റ്റ്യൻസ് ഇതെല്ലാം കണ്ടന്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ എസ് ഐ ക്വസ്റ്റ്യൻ പ്രോഗ്രാംസ് ആണ് അധികം ചോദിക്കാറ്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ആണ് ഒന്നിച്ചുള്ള ഒരു കണ്ടന്റ് ചോദിക്കാറുണ്ട്. ABC അങ്ങനെ പാർട്ടായിട്ടും ചോദിക്കാറുണ്ട്. എസ് ഐ ക്വസ്റ്റ്യൻ 10 മാർക്സ് അല്ലേ, അപ്പൊ ഒന്നിച്ച് തരാതെ സെപ്പറേറ്റ് സബ് ഡിവിഷൻ ആയിട്ടുണ്ടാവും ഓരോന്നും, ആ രൂപത്തിൽ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ, എസ് ഐ ക്വസ്റ്റ്യൻ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്, ഒന്നല്ല നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാം 2 ക്വസ്റ്റ്യനും കൂടെ എന്തായാലും ഷോർട്ട് എസ്സേയിലും കൂടി ചോദിക്കാറുണ്ട്. മാക്സിമം മാർക്ക് ഈ ഒരു മൊഡ്യൂളിലാണ് ഉണ്ടായത്, കാരണം അതിൽ ചെറിയ ക്വസ്റ്റ്യൻസ് കുറവാണ്. അപ്പൊ എസ് ഐ ക്വസ്റ്റ്യൻ എന്തായാലും 2 ക്വസ്റ്റ്യൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഷോർട്ട് എസ്സേയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, നോട്ട്സ് ഞാൻ ഷെയർ ചെയ്യാം. ഈ ഒരു വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും നോട്ടിന്റെ ലിങ്ക്, നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, PHP സംബന്ധിച്ച് വളരെ ബേസിക് ആയ കാര്യങ്ങളാണ് പഠിക്കുന്നത്. HTML, JavaScript, then PHP നമുക്ക് സ്വന്തമായിട്ട് വെബ് പേജ് ഡെവലപ്പ് ചെയ്യാനുള്ള കണ്ടന്റ് നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കോഴ്സ് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ പഠിച്ച കണ്ടന്റ് വെച്ച് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാം, അത് സെയിൽ ചെയ്യാം. അപ്പൊ അതൊക്കെ വളരെ അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ പുറത്ത് പോയി പഠിക്കാനായിട്ട് തന്നെ നമുക്ക് ഈ ഒരു കണ്ടന്റ് യൂസ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാനുള്ള കണ്ടന്റ്. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.